Lord, we pray that your continuous and abiding presence be moving with us, so that everything that which you learn in this classroom be useful and profitable to all my students. We commit every one of us once again under your presence. We pray for our director Samichayan, and also pray for all the students who have gathered out here in this device. Bless each and every one of us as they pursue our studies. Lord, this be a wonderful class, that we be learning more about you, so that we be doing ministry in an extensive way. Bless us to engage the Holy Spirit to take control of every situation. Thank you for hearing and answering our prayers. In Jesus' name, I do offer this prayer. Amen. Amen. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താണ് പഠിച്ചു നിർത്തിയത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? മനുഷ്യശാസ്ത്രം പറഞ്ഞായിരുന്നോ? പാപശാസ്ത്രത്തെ കുറിച്ചാ. ഇനി പാപശാസ്ത്രമാണോ തുടങ്ങേണ്ടത്? ആണോ? അങ്ങനെയാണോ പറഞ്ഞേ? അതെ, അങ്ങനെയാ പറഞ്ഞേ. മനുഷ്യശാസ്ത്രം കഴിഞ്ഞായിരുന്നല്ലോ? മനുഷ്യശാസ്ത്രം കഴിഞ്ഞിരുന്നോ? ആന്ത്രോപോളജി. ഓക്കെ, ഇനി പാവശാസ്ത്രമാണെങ്കിൽ മനുഷ്യശാസ്ത്രം കഴിഞ്ഞു. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. മനുഷ്യ ചരിത്രത്തിൽ ഒന്നോളം പാപത്തെക്കുറിച്ചുള്ള വിവിധ വീക്ഷണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ലോകത്തിലെ വിവിധ മത തത്വ ചിന്താ പാരമ്പര്യങ്ങളിൽ തെറ്റുകളെയും ദുഷ്ടതയും പാപമായും സൽപ്രവൃത്തികളെയും നന്മകളായും കണക്കാക്കുന്നു. നമുക്കറിയാം, ഇന്ത്യൻ ഫിലോസഫി തന്നെ ഉള്ള ഒരു സിദ്ധാന്തമാണ് ദ്വൈതവാദം. ദ്വൈതം എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇരട്ടയുണ്ട്. ഇരുട്ടുണ്ട്, വെളിച്ചമുണ്ട്, സത്യമുണ്ട്, അസത്യമുണ്ട്. മാധവൻ എന്ന് പറയുന്ന ആളാണ് ആ തിയറി പ്രപ്പോസ് ചെയ്തത്, ഫിലോസഫിക്കൽ സ്കൂളിന്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ദ്വൈതവാദം. അപ്പൊ പാപം എന്നൊരു കോൺസെപ്റ്റ് ഹിന്ദുയിസത്തിലുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, പ്രസംഗരൊക്കെ പറയുമ്പോൾ പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ ത്രാഹിമാം പുണ്ടരീകാക്ഷി സർവയജ്ഞേശ്വരോ ഹരി എന്ന് പറഞ്ഞാൽ, ഞാൻ പാപത്തിൽ ജനിച്ചു, പാപത്തിലാണ് ജീവിക്കുന്നത്, സർവേശ്വര എന്നെ രക്ഷിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ സങ്കീർത്തനങ്ങളിൽ നാം കാണുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തനും എല്ലാവരും പാപം ചെയ്ത് ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. 14-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം ഒക്കെ വായിക്കുമ്പോൾ ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. പക്ഷമാരായി മേച്ചമാ നീതിയോട് പ്രവർത്തിക്കുന്നു, നന്മ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. പൗലോസ് പോലും അത് കോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും വെടിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്ന് നാം കാണുന്നുണ്ട്. കൊള്ളരുതാത്തവർ, ചീത്തയായി പോയെന്ന്. ദാറ്റ് മീൻസ് ഇറപ്പിളിയർ ഡാമേജ്. സോ സിൻ ഹാസ് ഡാമേജ് ദി ഹ്യൂമാനിറ്റി. മനുഷ്യവർഗത്തെ പാപം എന്ത് ചെയ്തു? ഡാമേജ് ചെയ്തു. സോ പാപം എന്ന് പറയുന്നതിന് ഇറ്റ് ഹാസ് സച്ച് എ ലോങ് സ്റ്റാൻഡിങ് ആൻഡ് ഡാമേജിങ് എഫക്ട് ഓൺ ഹ്യൂമാനിറ്റി. മനുഷ്യവർഗത്തിന് ഏറ്റവും വലിയ തകർച്ച ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സാധനമാണ് പാപം. ഇസ്ലാം മതത്തിൽ പാപം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഇസ്ലാം മതത്തിൽ ആക്ച്വലി തിന്മ എന്നുള്ളൊരു പ്രയോഗമാണുള്ളത്. പാപം എന്നൊരു കോൺസെപ്റ്റ് ഇസ്ലാം മതത്തിൽ ഇല്ല. അതിനകത്ത് ഈവിളാണ്. ഈവിൾ തന്നെ 2 കാറ്റഗറി ഉണ്ട്, ലെസർ ഈവിൾ ആൻഡ് ഗ്രേറ്റർ ഈവിൾ. വലിയ തിന്മകളും ചെറിയ തിന്മകളും. ഇപ്പൊ ഒരാളിനെ മൂടോടെ വഞ്ചിക്കുന്നത് ചെറിയ തിന്മയാണ്. മെക്കയിൽ ഒന്ന് പോയി കഴിഞ്ഞിട്ട് വന്നേക്കാവെങ്കിൽ അതങ്ങ് തീരും, ഹാജിയാരായാൽ മതി, ഹജ്ജിന് പോയാൽ മതി. നേരെ മറിച്ച് വലിയ പാപമുണ്ട്. വലിയ പാപമല്ല, വലിയ തിന്മ. അപ്പൊ ജിഹാദിൽ സംബന്ധിക്കാതിരിക്കുന്ന വലിയ തിന്മയാണ് ജിഹാദിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആളുകളൊക്കെ ഇസ്ലാമിന്റെ പ്രോളിഫറേഷന് വേണ്ടി, ഇസ്ലാം വളരുന്നതിന് വേണ്ടി ജിഹാദിൽ സംബന്ധിക്കണം, അതില്ലെങ്കിൽ വലിയ പാപമാണെന്ന് പറഞ്ഞിട്ടാണ് യൂത്ത്സിനെയൊക്കെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആകർഷിക്കുന്നതിന്റെ മറ്റൊരു വഴി അതാണ്. അപ്പോൾ അവിടെയും തിന്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പാപം എന്നുള്ള കോൺസെപ്റ്റിനെ അവർ ഒഴിവാക്കിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, പാപമുണ്ടെങ്കിൽ മാത്രമേ രക്ഷ ആവശ്യമുള്ളൂ. പാപം എന്ന കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവശ്യമുള്ളൂ? രക്ഷ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ആദം പോലും പാപിയാണെന്ന് അവർ സമ്മതിക്കുന്നില്ല. ആദം ഈസ് കൺസിഡർഡ് ആസ് എ പ്രോഫറ്റ്, നോ ഹ്യൂമൻ ഈസ് കൺസിഡർഡ് സിന്നർ. അങ്ങനെ ഒരു പാപി എന്നൊരു കോൺസെപ്റ്റ് ഇസ്ലാമിൽ ഇല്ല. ആദാമിനെ പോലെ ഒരു പ്രവാചകനായിട്ടാണ് കാണുന്നത്, അവനെ പാപിയായിട്ടല്ല. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അത് ആത്മമനുഷ്യനും ജഡമനുഷ്യനും എന്നുള്ള ചിന്ത
ഏകന്റെ 5-ാം അധ്യായം വായിക്കും, ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായതുപോലെ. അപ്പൊ ആദം എന്ന് പറയുന്ന ആൾ പാപം ചെയ്ത ആ പാപം നിമിത്തമാണ് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ the sin has spread over or proliferated over all humanity. പാപം ജീവനിൽ കടന്നിരിക്കുന്നു, ജീവൻ രക്തത്തിലാണ്. അതുകൊണ്ടാണ് ഈ രക്തം ചിന്തുന്നതും പാപവും തമ്മിലുള്ള പാപമോചനവും തമ്മിൽ ഒരു ഭയങ്കര കണക്ഷൻ വന്നത്. കാരണം പാപം ജീവനിൽ കടന്നിരിക്കുന്നു, ജീവൻ രക്തത്തിലാണ്. അതുകൊണ്ടാണ് രക്തം ചിന്തി പാപമോചനം എന്നുള്ള കോൺസെപ്റ്റ് എന്ന് ഡെവലപ്പ് ചെയ്യേണ്ട കാരണം അത് തന്നെയാണ്. ചുരുക്കത്തിൽ പാപം എന്ന കോൺസെപ്റ്റ് ഇസ്ലാമിൽ ഇല്ലാതിരിക്കുന്നതിന്റെ കാരണം, പാപമുണ്ടെങ്കിൽ മാത്രമേ രക്ഷ ആവശ്യമുള്ളൂ. രക്ഷ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു രക്ഷകന്റെ അനിവാര്യതയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് പാപം എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റ് ഇല്ല എന്ന് ഇസ്ലാം വിശ്വസിക്കുന്നത് കൊണ്ട് there is no need for a salvation and also there is no need for subsequently a savior. അപ്പൊ ഇതാണ് അവരുടെ സംവിധാനം. അതുകൊണ്ട് തന്നെ ഈ ആദം പ്രവാചകനാണെന്ന് സമ്മതിപ്പിക്കുമ്പോൾ പാപമില്ല എന്നുള്ളത് കൊണ്ട് രക്ഷയുടെ ആവശ്യമില്ല, രക്ഷകന്റെ ആവശ്യമില്ല. thus and thereby they can neglect or deny the divinity of Jesus, the incarnation of Jesus, the death of Jesus for the remission of our sins. അങ്ങനെ പാപപരിഹാരത്തിന് രക്ഷകൻ എന്നുള്ള ആസ്പെക്റ്റും ഇല്ല. അവിടെ യേശുവിനെ വെറും ഒരു പ്രവാചകനായി തരം താഴ്ത്തി മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനായി യാഗം അർപ്പിക്കപ്പെട്ട രക്ഷകനായ ക്രിസ്തു എന്നുള്ള കോൺസെപ്റ്റിനെ ആത്യന്തികമായി അവർക്ക് ട്വിസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു പ്രമേയത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് ഞാൻ വേഗത്തിൽ പറഞ്ഞുവെങ്കിലും കാര്യങ്ങൾ അതിന്റെ അന്തസത്ത മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആധുനിക സമൂഹത്തിൽ പാപത്തെക്കുറിച്ചുള്ള മനോഭാവത്തിൽ ഗണ്യമായ മാറ്റം വന്നിട്ടുണ്ട്. പാപം എന്നതിനെ കുറിച്ച് ഒരു സത്യത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ കൾച്ചറൽ കോണ്ടെക്സ്റ്റിലും, എല്ലാ മതങ്ങളുടെ ഡെവലപ്മെന്റിലും കൾച്ചറൽ കോണ്ടെക്സ്റ്റിലും ഈ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ജാതികൾക്ക് ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾക്ക് അവരുടെ മനസാക്ഷി ഒരു ന്യായപ്രമാണമായിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. ഏത് സംസ്കാരത്തിലും തിന്മ, തെറ്റ്, ശരി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ശരി തെറ്റെന്നുള്ള കോൺസെപ്റ്റ് അവരുടെ മനസാക്ഷി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. ഈ മനസാക്ഷി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തെറ്റ്, ശരി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ചിന്തകളിലും, എല്ലാ ചിന്തകളിലും അല്ലെങ്കിൽ എല്ലാ സാംസ്കാരിക ചിന്തകളിലും ഒരു പാപം എന്നൊരു കോൺസെപ്റ്റ്, അങ്ങനെ ഒരു കോൺസെപ്റ്റൽ ഫ്രെയിംവർക്കിൽ പാപം എന്ന നിലയിൽ ഇല്ലെങ്കിലും അതൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് തോന്നിയാലും ഇറ്റ് ഈസ് നോട്ട് ഹൈപ്പോത്തറ്റിക്കൽ. എവറി കമ്മ്യൂണിറ്റി, എവറി കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, എവറി ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് വേർ there are humanity, there is an understanding of wrongness. Therefore, naturally, we may assume that the very concept of sin is available even in such cultural context too. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാംസ്കാരിക പശ്ചാത്തലത്തിലും പാപം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതിനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് സംഭവിച്ചേക്കുന്ന ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ആധുനിക സമൂഹം എന്ന് പറയുന്നത്, സ്പെഷ്യലി വി ആർ ലിവിങ് ഇൻ ആൻ ഏജ് ഓഫ് പോസ്റ്റ് മോഡേണിറ്റി. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ടെർമിനോളജി അറിയുമെന്ന് എനിക്കറിയത്തില്ല. പോസ്റ്റ് മോഡേണിറ്റി എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. ഉത്തരാധുനികത എന്നൊക്കെയാണ് അതിന് മലയാളത്തിൽ പറയാവുന്നത്. എന്താണ് അതിന്റെ കാര്യം? ഉത്തരാധുനിക എന്ന് പറയുമ്പോൾ there is no wrong as such. In everything there is good, everything is truth, there is no untruth. അസത്യം എന്നൊരു സാധനമില്ല, എല്ലാം ശരി, എല്ലാറ്റിലും ശരിയുണ്ട്. ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് മനുഷ്യൻ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പാപം എന്നുള്ള സങ്കല്പം, പണ്ട് സ്വാമി വിവേകാനന്ദ പറഞ്ഞൊരു കാര്യം കൊണ്ട് പോലും മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നതാണ് പാപമെന്ന്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിന്റെ ഒരു എൻലാർജ്ഡ് ഫോം എന്നോ എക്സ്റ്റെൻഡഡ് ഫോം എന്നോ എ മോഡേൺ വെർഷൻ എന്നോ ഇന്നത്തെ വെസ്റ്റേൺ വേൾഡിലും പാപം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സത്യം വസ്തുനിഷ്ഠമല്ലാതായിത്തീരുന്നു, അത് ആത്മനിഷ്ഠമായിത്തീരുന്നു. That means truth becomes objective but subjective. Truth when becomes subjective, whatever I say it is right. അത് ആത്മനിഷ്ഠമാകുമ്പോൾ, സത്യം ആത്മനിഷ്ഠമാകുമ്പോൾ ഞാൻ പറയുന്ന എല്ലാം ശരിയാണെന്ന് വരും. അതൊരു ഭയങ്കര രസകരമായ ചിന്തയായിപ്പോയി. അതുകൊണ്ട് തന്നെ ആധുനികത പാപം എന്നുള്ള തെറ്റെന്നുള്ള കോൺസെപ്റ്റിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിരിക്കുന്നു? അവോയ്ഡ് ചെയ്തിരിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ പാപത്തെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും പരമ്പരാഗത നൈതിക ബോധനങ്ങളെ തുടർന്ന് പാപത്തെ ഗൗരവമായി കാണുന്ന മതസമൂഹങ്ങളും സംസ്കാരങ്ങളും ഉണ്ട്. പാപത്തെക്കുറിച്ചുള്ള വിവിധ വീക്ഷണങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ദ്വൈതവാദം, ദ്വൈതവാദം എന്ന ആശയം നന്മയ്ക്കെതിരെ ശാശ്വതമായി നിലനിൽക്കുന്ന തിന്മയുടെ സാന്നിധ്യത്തെ പ്രതിപാദിക്കുന്നു. പുരാതന സ്വരാഷ്ട്രീയൻ
പിന്നീട് സ്റ്റോയിക്കുകൾ, നോസ്റ്റിക് ടീച്ചിങ്, മാണിക്യൻസ് എന്നീ വിഭാഗങ്ങൾ. മാണിക്യൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുകാര്, അതുപോലെ തന്നെ നോസ്റ്റിക്സ്. നിങ്ങൾ എവിടെങ്കിലും ഒക്കെ തിയോളജി സ്റ്റഡീസിൽ ഈ പ്രയോഗം കേട്ടിട്ടുണ്ട്, ജ്ഞാനവാദക്കാരെന്ന് കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് ഇനി വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ പേർഷ്യൻ മതമായ സ്വരാഷ്ട്രിയൻ റിലീജിയൻ, ഈ മതങ്ങൾ, ഈ വീക്ഷണങ്ങളിലൊക്കെ അല്ലെ ഈ വിഭാഗങ്ങളിലൊക്കെ പാപം എന്ന ചിന്ത അവർ സങ്കല്പിച്ചിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ ഭൗതിക വസ്തുക്കളും പ്രപഞ്ചവും സഹജമായി തിന്മ നിറഞ്ഞതാണ്. So inherently all the material world and the thing that which belongs to the material world do have sin in it. എല്ലാ സഹജ വസ്തുതകളിലും എല്ലാ പ്രപഞ്ചത്തിലും പാപമുണ്ട്. വീക്ഷണങ്ങൾ മനുഷ്യ ശരീരത്തെ തിന്മ നിറഞ്ഞതായി കണക്കാക്കുന്നു. നോസ്റ്റിസം അതാണ് പറയുന്നത്. നോസ്റ്റിസം പറയുന്നതും അതായത് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് തിന്മ നിറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മുടെ അകത്തൊരു സോൾ ഉണ്ട്, അതിനെ അവർ ലോഗോസ് എന്ന് വിളിക്കും. ആ ലോഗോസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിൽ ഇറ്റ് ഈസ് ഇൻ സ്ലംബർ, ഇറ്റ് ഈസ് ഇൻ സ്ലീപ്നെസ് എന്ന് പറഞ്ഞാൽ ദ ലോഗോസ് ഇറ്റ് സെൽഫ് ഈസ് the soul in a person where the physical body works as a jail. So our souls in slumber means we are in jail. The soul is enslaved by the physical world. That means ഈ physical world എല്ലാം തിന്മയാണ്. അതിൽ നിന്നാണ് ക്രിസ്ത്യൻ നോസ്റ്റിസിസം എന്ന് പറഞ്ഞ ആ നോസ്റ്റിക് തിയറിയിൽ ഭൗതിക ശരീരത്തിൽ നമ്മൾ ചെയ്യുന്നതൊന്നും തിന്മകളൊന്നും നമ്മുടെ ആത്മമനുഷ്യനെ ബാധിക്കില്ലെന്നും, കാരണം ഭൗതിക മനുഷ്യനിൽ നിന്ന് ഒരു മോചനം കിട്ടുന്നതാണ് ആത്മമനുഷ്യന് താല്പര്യമെന്നും, അങ്ങനെ മോചനം കാക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന ആത്മമനുഷ്യനെ ജ്ഞാനത്തിലൂടെ പുറത്തു കൊണ്ടുവരിക എന്നൊക്കെ വാദിക്കുന്ന വാദഗതിയാണ് ജ്ഞാനവാദം. ബലത്തിൽ അവരുടെ അതിന്റെ എക്സ്ട്രീം ഫോമിൽ അവർ പറഞ്ഞു, അതുകൊണ്ട് ഭൗതിക ശരീരത്തിൽ ചെയ്യുന്ന ഒരു തിന്മയും നമ്മുടെ സോളിനെ, ജീവനെ ബാധിക്കുകയില്ല. അങ്ങനെ അതിന്റെ എക്സ്ട്രീം ഫോമിൽ അങ്ങനെ ബാധിക്കുകയില്ലെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ എന്നെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഫോർണിക്കേഷൻ, അഡൾട്ടറി, വ്യഭിചാരം പോലും പാപമല്ല എന്ന് വന്നു. കാരണം വ്യഭിചാരം മനുഷ്യ ശരീരത്തിൽ ചെയ്യുന്നതാണ്, അത് ആത്മ മനുഷ്യനെ ബാധിക്കില്ല എന്നുള്ളൊരു ടീച്ചിങ്. അങ്ങനെ ആ നോസ്റ്റിക് ടീച്ചിങ്ങിന്റെ ഒരു ഡിസ്റ്റോർട്ടഡ് ഫോം ക്രിസ്ത്യാനിത്വത്തെയും ആ കാലത്ത് വളരെ സ്വാധീനിക്കാനിടയായി. അതുകൊണ്ടാണ് പൗലോസിന്റെ എഫെസ്യ ലേഖനം, കൊലോസ്യ ലേഖനം മുതലായ ലേഖനങ്ങളിലൊക്കെ പൗലോസ് ഈ നോസ്റ്റിക് ടീച്ചിങ്ങിനെ ശക്തമായി എതിർക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹിന്ദുമത വീക്ഷണം പാപത്തെ മനുഷ്യകർമ്മങ്ങളുടെ ഫലത്തോടെ ജനനമരണ ചക്രങ്ങളുടെ ആശയമായി ബന്ധിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ പാപം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ആ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന മുക്തിയാണ്. ആ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നവര് അത് അവന്റെ കർമ്മഫലമാണ്. ഉദാഹരണം, കർമ്മണ്യാധികാരസ്ഥേ മാ കർമ്മഫലേഷു കഥാചന, അതായത് വർക്ക് ഇൻസെസൻ്റ്ലി വിത്തൗട്ട് എക്സ്പെക്ടിങ് ദ റിസൾട്ട്. നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങളുടെ കർമ്മഫലം നിങ്ങളെ പിന്തുടരും. അതുകൊണ്ട് മുജ്ജന്മത്തിലെ കർമ്മം നമ്മളെ ഈ ജന്മത്തിൽ പാപമായി കർമ്മഫലം നമ്മളെ പിന്തുടരുമെന്നും, അങ്ങനെ ഈ ജനനം തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നും, ഒരിക്കൽ ഈ കർമ്മഫലത്തിൽ നിന്ന് മോചനം പ്രാപിക്കുമ്പോൾ നമ്മുടെ റീസൈക്കിൾ വീണ്ടും ഓരോ ജന്മങ്ങളായി ജനിക്കുന്നത് അവസാനിക്കുമെന്നും, നമ്മൾ ആത്യന്തികമായി മുക്തി നേടുമെന്നുള്ള ഒരു ടീച്ചിങ് ഹിന്ദുമതത്തിലുമുണ്ട്. ബുദ്ധമതത്തിൽ പാപത്തെ കർമ്മത്തിന്റെയും അതിന്റെ ഫലങ്ങളുടെ അടിസ്ഥാനമായി കണക്കാക്കുന്നു. ബൈബിൾ വീക്ഷണവും പാപത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നു. എങ്ങനെ പാപമുണ്ടായി, എങ്ങനെ പാപം ലോകത്തിൽ കടന്നു, മനുഷ്യനിൽ കടന്നു എന്നുള്ള ഉപദേശങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനപ്രകാരം ദൈവം പൂർണ്ണതയുള്ളതാണ്. കൂടാതെ തിന്മ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പോടെ തന്നെ അവിടുന്ന് സ്വതന്ത്രമായ ഒരു ലോകത്തെ സൃഷ്ടിച്ചു. ദൈവം പൂർണ്ണനാണെങ്കിൽ അവിടുന്ന് സൃഷ്ടിച്ച ലോകവും പൂർണ്ണതയോടെ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ തിന്മ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം ഉയരുന്നു. നമുക്കറിയാം, വീണുപോയ പിശാച് പിന്നീട് മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയത്തില്ല, അവനിൽ പാപമില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവം പാപത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല. പക്ഷെ ദൈവം പാപം അനുവദിച്ചേക്കാം, അത് നമ്മുടെ ഫ്രീ വില്ലിന് വിടുകയാണ്. സോ റൈറ്റ് ആൻഡ് റോങ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിഫോർ യു. യു ആർ ഗിവൺ ദ ഫ്രീ വിൽ ടു മേക്ക് ദ ചോയ്സ്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ഈ ആവർത്തന പുസ്തകം വായിക്കുന്ന പോലെ മരണവും ജീവനും നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നു, അതിൽ ഏത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് പറയുന്ന പോലെ യു ഹാവ് ബീൻ ഗിവൺ ദ ചോയ്സ്. യു ഹാവ് ബീൻ ഗിവൺ the personal, you have the freedom to choose, the personal freedom to choose. നിങ്ങൾക്ക് വ്യക്തിപരമായി ചൂസ് ചെയ്യാനുള്ളതായ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഇപ്പൊ ഫ്രീഡം ഓഫ് വിൽ അതൊരു ഭയങ്കര വിഷയമാണ്. ആ വില്ലിൽ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്.
പ്രശ്നം എന്ന് പറഞ്ഞാൽ വാട്ട് എവർ വി ചൂസ് വെൻ ദ കോൺസിക്വൻസ് കം വി കനോട്ട് സേ വി ഡോണ്ട് വാണ്ട് ദിസ്. സോ യു ക്യാൻ മേക്ക് എ ചോയ്സ് ഓഫ് യുവർ ഓൺ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ പോയിന്റ് ഓഫ് കോൺസിക്വൻസ് ഓഫ് യുവർ ചോയ്സ് യു കനോട്ട് മേക്ക് എ ചോയ്സ്. ഇതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ പാപം എന്നുള്ള കോൺസെപ്റ്റ്, നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്യുക വഴി നമ്മൾ അതിനെ തെരഞ്ഞെടുത്താൽ പിന്നെ നമ്മൾ പാപത്തിൽ തുടരുന്നു. ഇതാണ് സംഭവം. അപ്പൊ എന്നാലും പാപത്തിന്റെ ഉത്ഭവം ആണ് വളരെ ക്രിട്ടിക്കലാണ്. ലൂസിഫർ ആണ് പാപം ചെയ്തത് ആദ്യമായി എന്ന് നമുക്കറിയാം. അവൻ ദൈവത്തോട് മത്സരിച്ചു. ആ വസ്തുതകൾ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നു. അങ്ങനെ പാപത്തിന്റെ മൂല കാരണം ലൂസിഫറിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ലൂസിഫർ ദൈവത്തോട് അടുത്തിരുന്ന ഒരു ദൂതനാണ്. അവനിൽ എങ്ങനെ തിന്മ വന്നു എന്നുള്ളത് പിന്നെയും ചോദ്യമാണ്. അതിനൊരു ഉത്തരം ഏറ്റവും രസകരമായി പറഞ്ഞത്, ആത്യന്തികമായി അവൻ ദൈവഹിതത്തിൽ മൂവ് ചെയ്യുന്നവനായിരുന്നു. എന്നാൽ ഫ്രീ വിൽ അവനും കൊടുത്തിരുന്നു. അതുകൊണ്ട് അവൻ ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചു എന്നുള്ള ഒരു സംവിധാനമാണ് അവനിൽ നിഗളമുണ്ടാക്കിയെന്നും അത് പാപത്തിലേക്ക് നയിച്ചു എന്നും നമ്മൾ വിശ്വസിക്കുന്നു. അതല്ലാതെ അതിനെക്കുറിച്ച് കൃത്യമായ എങ്ങനെ ഈ പാപത്തിന് കാരണമായി എന്നുള്ളത് കൃത്യമായി ദൈവശാസ്ത്രപരമായി തെളിയിക്കുവാൻ പ്രയാസമാണ്. മനുഷ്യവർഗത്തിൽ പാപം വന്നത് പിശാച് അവനെ തെറ്റിക്ക വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇച്ഛാശക്തി ഒരു വിഷയമാണ്. മനുഷ്യന് നൽകിയ ഇച്ഛാശക്തി സ്വന്തമായ അറിവോടെ തെരഞ്ഞെടുപ്പ് നടത്താനും നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കുവാനും യാതൊരു സ്വാതന്ത്ര്യമില്ല ഉള്ള ഒരു അനുഭവം മനുഷ്യന് നൽകിയിരിക്കുന്നു. യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പപ്പറ്റായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദമിന്റെ അവയുടെയും പാപത്തിന്റെ ഫലമെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ആത്മീക മരണം സംഭവിച്ചു. പാപം ഏക മനുഷ്യനാൽ മരണവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മരണം എന്ന് പറയുമ്പോൾ അതിനൊരു സ്പിരിച്വൽ സെൻസ് ഉണ്ട്. അപ്പൊ പാപത്തിന്റെ കോൺസിക്വൻസ് ആണ് ഡെത്ത്. ഡെത്ത് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് സിൻ. എന്താ വചനം പറയുന്നത്? പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. സോ ഡെത്ത് എന്ന് പറയുന്നത് പാപത്തിന്റെ ബലമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഡെത്ത് തന്നെ വ്യത്യസ്ത തലങ്ങളിലുണ്ട്. ഒന്ന് ശാരീരിക മരണം, നമുക്കുണ്ടായ ശാരീരിക മരണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി 2:17 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരാൾക്ക് വായിക്കാം. വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ എന്ത് ചെയ്യും? മരിക്കും. കണ്ടോ? എന്നാൽ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം ആ വൃക്ഷം സത്യത്തിൽ ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവം ആദമവമാരെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ വെച്ചിട്ട് എന്തിനാണ് മനുഷ്യന് മരണം കൊണ്ടുവരുവാൻ കാരണമായ ഈ അറിവിന്റെ വൃക്ഷഫലം അവിടെ നട്ടത്, വളർത്തിയെന്ന്? അതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ അല്ല. കാരണം ദൈവം മനുഷ്യന് ഫ്രീ വില്ലും ഫ്രീ ചോയ്സും നൽകിയിട്ടുണ്ട്. ഈ പ്രത്യേക വൃക്ഷഫലം മനുഷ്യന് തന്നെ ഭക്ഷിക്കാൻ ദൈവം വെച്ചിരുന്നതാ. അറിവിന്റെ വൃക്ഷഫലം അവന് ദൈവത്തെ പോലെ ജ്ഞാനിയാകുവാനുള്ള ഒരു വൃക്ഷഫലമാണ്. പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ വളർന്ന് അവന്റെ പക്വത എത്തുമ്പോ അവന് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന വൃക്ഷഫലമാണ്. അവൻ പ്രിമച്വറായിട്ട് അവർ ഭക്ഷിച്ചു എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം ചില മെഡിസിൻസ് ഒക്കെ പീഡിയാട്രിക് ആണ്. ഈ പീഡിയാട്രിക് മെഡിസിൻസ് അല്ലാതെ അതിന്റെ ഫുൾ ഡോസ് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കൊടുത്താൽ അതെന്ത് ചെയ്യും? കുട്ടികൾ മരിച്ചു പോകും. എന്നതുപോലെ ഇവൻ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്ന് പൂർണ്ണത എത്തുമ്പോൾ, ലിവിങ് വിത്ത് ഗാഡ്, ദൈവത്തോടൊന്നിച്ച് ജീവിച്ച് ഏദൻ പൂങ്കാവനത്തിൽ ദൈവമായ സംസർഗത്തിൽ ദൈവത്തെ അവൻ കൂടുതൽ മനസ്സിലാക്കി, when he grew in relationship with God, അവന് reaches his maturity, ആ മെച്യൂരിറ്റിയിലേക്ക് അറിയുന്ന, ദൈവത്തെ അറിയേണ്ട അളവിൽ അറിയുന്ന മെച്യൂരിറ്റിയിലേക്ക് അവൻ വളരുമ്പോൾ അവന് നൽകാനായി വെച്ചിരുന്ന ഒരു വൃക്ഷഫലം ആ മെച്യൂരിറ്റിയിലേക്ക് വളരുന്നതിന് മുമ്പ് അവൻ ഭക്ഷിച്ച നിമിത്തമാണ് അത് അവനിൽ മരണകാരണമായത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ജ്ഞാന കാരണമാകേണ്ടിയിരുന്ന ആ ഒരു വൃക്ഷഫലം അവനിൽ മരണകാരണമായി. കാരണം ദൈവം അനുവദിച്ചിരുന്ന, അല്ലെ ദൈവം ആഗ്രഹിച്ച ആ വളർച്ച എത്തുന്നതിന് മുൻപ് അവൻ ആ വൃക്ഷഫലം ഭക്ഷിച്ച് ദൈവകൽപ്പന ലംഘിക്കുക വഴി പാപം മനുഷ്യനിൽ കടന്നു. പാപത്തിന്റെ ഫലമായി മരണം മനുഷ്യനിൽ കടന്നു. അത് ഫിസിക്കൽ ഡെത്ത്. അതിന് എബ്രായ ഭാഷയിൽ അവിടെ മൂത്തെന്ന എഴുതിയിരിക്കുന്നത് 2 പ്രാവശ്യം. ഈ 2:17 എബ്രായ ഭാഷയിൽ മൂത്തെന്ന പദമുണ്ട്. നിങ്ങൾ നിശ്ചയമായി മരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ലളിതമായി ഞാൻ പറഞ്ഞാൽ, നീ ആത്മികമായി മരിക്കുന്നതുകൊണ്ട് ഭൗതികമായും മരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ആത്മിക മരണമുണ്ട്, പാപത്തിലെ മരണം. ഭൗതിക മരണമുണ്ട്, ശാരീരിക മരണം. മറ്റൊരു മരണം എന്ന് പറയുന്നത് ന്യായവിധി നടത്തി നിത്യമരണത്തിലേക്ക് ഇടുന്നതാണ് വേദപുസ്തക ഭാഷയിൽ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, ജീവപുസ്തകത്തിൽ പേരില്ലാത്ത യവനെയും പുറത്തുള്ള തീപ്പൊയ്കയിൽ തള്ളിക്കളയും. ഇത് രണ്ടാമത്തെ മരണം എന്ന് വേദപുസ്തകം കാണിക്കും. ഓക്കെ, ഞാൻ ഇത്തിരി ഫാസ്റ്റ് ആയിരുന്നു, നിങ്ങൾക്ക് വല്ലതൊക്കെ മനസ്സിലായോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, പാപത്തിന്റെ സ്വഭാവങ്ങൾ പ്രത്യേകിച്ച് ഞാൻ നക്ഷൽ എന്ന് പറയാം. പാപം എന്നതിന് ശ്രദ്ധിക്കൂ, പാപം എന്നതിന് ഗ്രീക്കിൽ പല പദങ്ങൾ ഉപയോഗിക്കും. ദ മോസ്റ്റ് ഫേമസ് ആൻഡ് ഫെമിലിയർ വേർഡ് ഫോർ സിൻ ഇൻ ഗ്രീക്ക് ഈസ് ഹാമാർഷ്യ. നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്. വേദപുസ്തകത്തിൽ പാപം എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ വാക്ക് ഏതാണ്? ഹാമാർഷ്യ. പറഞ്ഞാട്ടെ, അമർഷ്യ. ഹാമാർഷ്യ. ഹാമാർഷ്യ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക. ഹാമാർഷ്യ, ഹാമാർത്തനോസ്, തെറ്റിപ്പോവുക, ലക്ഷ്യം തെറ്റിക്കുക, നഷ്ടപ്പെടുക, ലൂസിങ് ദ ഫോക്കസ്, ലൂസിങ് ദ ടാർഗറ്റ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുക എന്നുള്ള ആ ലക്ഷ്യത്തിൽ നിന്ന് അകന്ന് വ്യതിചലിച്ച് അവൻ പോകുമ്പോൾ അതിന്റെ പേര് എന്താണ്? ദൈവത്തിൽ നിന്ന് അകന്നു പോവുക. ദൈവിക സാധ്യതയിൽ നിന്ന്, ദൈവിക സംസർഗത്തിൽ നിന്ന്, ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന ആ സംവിധാനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ആ അകന്നു പോകുന്ന വസ്തുതയാണ് എന്ത് വിളിക്കുന്നത്? പാപം എന്ന് വിളിക്കുന്നത്. എന്റെ കൂടെയുണ്ടോ? ഓക്കെ, മറ്റൊരു പദം വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് അധർമ്മം എന്ന പദമാണ്. അധർമ്മം, ഇംപൈറ്റി, ഭക്തിയില്ലായ്മ. ഓക്കെ, നീതിയില്ലായ്മ, ഇതൊക്കെയാണ് അതിനുപയോഗിക്കുന്ന. അതിന് ഗ്രീക്കിൽ അടിക്കുക എന്ന് പറയും. എന്താണ്? അടിക്കുക. ഗ്രീക്കിൽ അതിന് അടിക്കുക എന്ന് പറയും. നിങ്ങൾക്കറിയാം, ഡിക്കായോസുനെ എന്ന വാക്കാണ് നീതീകരണം എന്നതിന്, റൈച്ചസ്നെസ് എന്നതിന് ഉപയോഗിക്കുന്നത്. ഡിക്കായോസുനെ. ഈ ഡിക്കായിയോയുടെ റൂട്ട് പദമാണ് ഡിക്കായുസുനെ എന്നുള്ളതിന്റെ റൂട്ട് പദം ഡിക്കായോ എന്നാണ്. ഡിക്കായോ എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മള് നീതി അനീതി എന്ന് പറയുന്ന പോലെ, സത്യം അസത്യം എന്ന് പറയുന്ന പോലെ അടിക്കുക. ഡിക്കായോ എന്നുള്ളതിന്റെ റൂട്ട് എടുത്തിട്ട് അതിനൂടെ എ കൂടെ ചേർത്ത്, അല്ലെങ്കിൽ ഗ്രീക്കിലെ ആൽഫ കൂടെ ചേർത്ത് അടിക്കുക എന്ന പദമാകുക. അപ്പൊ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനീതി, അധർമ്മം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തോ? ഓക്കെ, വേറൊരു പദം എന്ന് പറയുന്നത് പാപം എന്നുള്ള അനോമിയ എന്ന പദമാണ്. അനോമിയ. നോം എന്ന് പറഞ്ഞാൽ ലോ, റൂൾ, ലോ എന്നൊക്കെയാണ് അർത്ഥം. നോം നമുക്കറിയാം. ക്രിക്കറ്റ്, ഈ ചെസ് ഒക്കെ കളിക്കുമ്പോൾ ഒരു നോം കടന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കളി നടക്കുമ്പോൾ കളിക്ക് ചില നോംസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നോമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നോമിയ. നോമോസ് എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് ലോ, റൂൾ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അനോമിയ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നോ? അനോമിയ എന്ന വാക്കിന് ദൈവിക നിയമത്തെ ലംഘിക്കുന്നു എന്ന അർത്ഥത്തിൽ മനുഷ്യന്റെ മത്സര സ്വഭാവത്തെ കാണിക്കുന്നു. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മോറൽ വയലേഷനാണ്. എന്താണ്? മോറൽ വയലേഷനാണ്. അപ്പോൾ അതിന് അനോമിയ എന്ന് പറയുന്നു. മറ്റൊരു ഗ്രീക്ക് പദം പാപത്തെക്കുറിച്ചുള്ളതിന് ഉപയോഗിക്കുന്നത് ലംഘനം. അതിന് ഗ്രീക്കിൽ ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് വയലേഷൻ, ഇനിക്വിറ്റി, വയലേഷൻ. അതിന് ഗ്രീക്കിൽ പാരപ്റ്റോമ എന്ന് പറയും. പാരപ്റ്റോമ, ലംഘനം. നമുക്കറിയാം, പാപം എന്നുള്ള ഒരു ബേസിക് ഫ്രെയിംവർക്കിനകത്ത് വേദപുസ്തകം പറയുന്ന ലംഘനം, അതായത് പാപവും ലംഘനവും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ദൈവിക വ്യവസ്ഥയെ ലംഘിക്കുന്ന അതിനാണ് ലംഘനം എന്ന് പറയുന്നത്. പാപത്തോടുകൂടെ ലംഘനവും ചേർന്ന് വന്നു എന്നൊക്കെ നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ലംഘനം എന്തായി? പാപമായി തീർന്നു. ദൈവിക കൽപ്പനയെ ലംഘിക്കുന്ന, പ്രത്യേകിച്ച് 10 കൽപ്പനകളെ വയലേറ്റ് ചെയ്യുന്ന സംവിധാനത്തെയാണ് ലംഘനം എന്നതുകൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. ഇതിന് എബ്രായ ഭാഷയിൽ അബാർ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. എബ്രായ ഭാഷയിൽ അബാർ എന്ന പദമാണ്. അബാർ എന്ന പദത്തിന് അതിര് കടക്കുക എന്ന അർത്ഥമുണ്ട്. അതിര് കടത്തുക. ഓക്കെ.
ഞാൻ ആ വാക്ക് അങ്ങനെ അവസാനിപ്പിക്കും. അപ്പോൾ അത് പാപമാണ്. മറ്റൊരു പാപം എന്ന് പറയുന്നത് അനീതി പ്രവർത്തിക്കുക. നേരത്തെ നമ്മൾ അധർമ്മം പ്രവർത്തിക്കുക എന്ന് പറയുന്ന പോലെ, അടിക്കുക പറഞ്ഞതുപോലെ അനീതി പ്രവർത്തിക്കുന്ന ഒരു തലവുമുണ്ട്. ഓക്കെ, അതും ഇതിന്റെ ഭാഗമാണ് അനീതി. മറ്റൊരു പദം എന്ന് പറയുന്നത് അസേബിയ എന്ന് പറയും. അസേബിയ എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് ടു ഗാഡ്. അസേബിയ എന്ന ഗ്രീക്ക് പദത്തിന് അതായത് ദൈവത്തെക്കുറിച്ച് ബോധമില്ലായ്മ, ദൈവത്തെക്കുറിച്ചൊരു ഒരു ബോധമില്ലാതെ ലോകപ്രകാരം ഒരു നാച്ചുറൽ മാനായി, ഹൂ കെയേഴ്സ്, ആരാടെ ദൈവം, ദൈവം ഉണ്ട്, ദൈവം ഒന്ന് കാണിക്കട്ടെ, ദൈവം ഒന്ന് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ മനോഭാവം, അതും ദൈവസന്നിധിയിൽ പാപമാണ്. മറ്റൊരു ഒരു പദം എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് മത്സരിക്കുക എന്നുള്ളതാണ്. അതിന് എബ്രായ ഭാഷയിൽ പാഷ എന്നോ പേഷ എന്നോ ഒക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു. ദൈവത്തിനെതിരെ മത്സരിക്കുക, ദൈവത്തിനെതിരെ മത്സരിക്കുക. ഇപ്പം ഞാൻ മക്കളെ പോറ്റി അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സങ്കീർത്തന ഭാഗം യെശയ്യാ 1:2 വായിക്കുന്ന, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പ്രസവിച്ചു പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പദവും. ഇപ്പൊ മത്സരം, ശാഠ്യ സ്വഭാവം, ഇതെല്ലാം പാപമാണ്. ദെൻ മറ്റൊരു വാക്കെന്ന് പറയുന്ന അനുസരണക്കേട് കാണിക്കുക എന്നുള്ളതാ. ഓക്കെ, അതിന് അപ്പീത്തയ്യ, അപ്പൈത്തയ്യ, അപ്പേത്തീസ് എന്നൊക്കെയുള്ള ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നു. അപ്പേത്തീസ് എന്ന ഗ്രീക്ക് പദം ഈ ആശയത്തെ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അനുസരണക്കേട്. ഇങ്ങനെ പാപം എന്നതിന് പല വാക്കുകൾ ഗ്രീക്കിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇംഗ്ലീഷിലും ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു പദം വിശ്വാസ വഞ്ചനയാണ്. വിശ്വാസവഞ്ചന എന്ന് പറയുമ്പോൾ കാപട്യം, മത്സരം എന്ന ആശയത്തോട് ചേർന്ന് വരുന്നതാണ്. അതിന് എബ്രായ ഭാഷയിൽ നോട്ട് അമാൽ, മാൽ എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയും, ഉപയോഗിച്ചായി നാം കാണുന്നു. മാൽ, സംഖ്യാപുസ്തകം 5:12. ഇത് ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തതയെ കാണിക്കാനും ഈ വാക്ക് ഉപയോഗിക്കുന്നു. മാൽ എന്ന എബ്രായ പദം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതേ പദം തന്നെ അതിന്റെ മറ്റൊരു വാക്കാണ് ലംഘനം എന്നുള്ളത്. നമ്മൾ മുമ്പേ പറഞ്ഞ പാരപ്റ്റോമ, ആ പദം പാരപ്റ്റോമ എന്ന പദവും കാണാൻ കഴിയും. മറ്റൊരു പദം എന്ന് പറയുന്നത് വക്രത കാണിക്കുക എന്നുള്ളത്. വക്രത ഭാവമാണ്. എബ്രായ ഭാഷയിൽ അവ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. പെർവേർഷൻ എന്നൊക്കെ അർത്ഥം വരുന്ന അവ എന്നത് പറയുന്നു. മറ്റൊന്ന് മ്ലേച്ഛത ചെയ്യുക, അബോമിനേഷൻ എന്ന അശുദ്ധി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അതിന് അഗത്താർട്ടോസ് എന്ന പദവും ഗ്രീക്കിൽ ഉപയോഗിച്ച് കാണുവാൻ കഴിയും. അങ്ങനെ പാപത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത നിർവചനങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ പല വാക്കുകളിലൂടെ ഉപയോഗിച്ചിരിക്കുന്നു. പ്രധാനമായും ഗ്രീക്കിൽ ഹാമാർഷ്യ, പാരട്ടോമ, അസേബിയ, അനോമിയ, അഗത്താർട്ടോസ്, അശുദ്ധി, ഇങ്ങനെ വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒറ്റ വാക്കിൽ പാപം എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ നിർവഹിക്കാം. പാപം എന്നത് ദൈവത്തിന്റെ ധാർമ്മിക നിയമത്തിന് വിരുദ്ധമായ ഏതൊരു പ്രവൃത്തിയെയും പാപം, ആ ഒരു പ്രവൃത്തിയോ ആ മനോഭാവമോ അങ്ങനെ സ്വഭാവത്തിലുള്ള എല്ലാ പരാജയങ്ങളെയും പാപം എന്ന നിലയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. പാപം എന്നത് ദൈവത്തോടും സഹജീവികളുടെ ബന്ധത്തിൽ ദൈവീയ നിയമത്തിന് വിരുദ്ധമായി മനുഷ്യരുടെ ബോധപൂർവമായ പ്രവൃത്തികളോ മനോഭാവങ്ങളോ ആണ്. പാപം എന്നത് മനുഷ്യരുടെ ദുഷ്ടഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ദൈവത്തിന്റെ അറിയപ്പെടുന്ന നിയമങ്ങൾ ഇച്ഛാപൂർവം അനുസരിക്കാതിരിക്കുന്നതുമാണ്. പാപം എന്നത് മനുഷ്യരുടെ ദുഷ്ടഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ദൈവത്തിന്റെ അറിയപ്പെടുന്ന നിയമങ്ങൾ മനഃപൂർവ്വമായി അനുസരിക്കാത്തതുമാണ്. അടുത്തത് ദൈവത്തിന്റെ നൈതിക നിയമത്തെ സജീവമായോ നിഷ്ക്രിയമായോ അനുസരിക്കാത്തതും പാപമാണ്. ഒരു പ്രവൃത്തി, ഒരു ചിന്ത, ഒരു ആന്തരിക മനോഭാവം. സിൻ എന്ന് പറയുന്ന സത്യത്തിൽ ഞാൻ പറയുന്ന അതൊരു ആറ്റിറ്റ്യൂഡാണ്. എന്താണ് സിൻ? ഒരു മനോഭാവമാണ്. ഓക്കെ, ഇനി ആളുകൾ പൊതുവെ രണ്ടായി പാപത്തെ തിരിച്ചിട്ടുണ്ട്. ജന്മപാപമെന്നും കർമ്മപാപമെന്നും. ഈ ഒറിജിനൽ സിൻ ആദമിലൂടെ മനുഷ്യവർഗത്തിലേക്ക് പ്രവേശിച്ച പാപമാണ്. ഒറിജിനൽ പൊല്യൂഷൻ, അതിന് ആദ്യ മലിനത എന്നൊക്കെ കൃത്യമായി
നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് നിമിത്തം ദൈവം മുമ്പിൽ മനുഷ്യൻ പൂർണ്ണമായും ആത്മിക നന്മയില്ലാത്ത ഒരു സ്വഭാവത്തിന്റെ ഉടമയായി തീർന്നു. ദൈവിക മുൻപിൽ ആത്മീയ നന്മ ചെയ്യുവാൻ പൂർണ്ണമായും അശക്തമായ നമ്മുടെ സ്വഭാവം. അപ്പോൾ ഒരു നന്മയും ഇല്ലാത്തൊരു സ്വഭാവം, നന്മ ചെയ്യുവാൻ അശക്തമായ ഒരു സ്വഭാവം, ഇതെല്ലാം ആദി പാപത്തിന്റെ റിസൾട്ടാണ്. കർമ്മപാപം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ദൈവസേനയിൽ ചെയ്യുന്ന പ്രവൃത്തി നിമിത്തം അവനെ പിന്തുടരുന്ന പാപത്തിന്റെ ശക്തിയാണ്. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. പ്രവൃത്തി നിമിത്തം ഒരാളിലേക്ക് പൂളിൻ ചെയ്യപ്പെടുന്ന കർമ്മഫലം, അതാണ് കർമ്മപാപം. ഒരാളുടെ പാപം ചെയ്യാൻ പ്രധാനമായും പ്രേരിപ്പിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ലോകം, ഒന്ന് പാപം, ജഡം, മറ്റൊന്ന് പിശാച്. ഒന്ന് ലോകം, മറ്റൊന്ന് ജഡം, മറ്റൊന്ന് പിശാച്. ദൈവത്തോട് ശത്രുത പുലർത്തുന്നതും ദൈവികമായി എന്തിനോടും വൈരുദ്ധ്യമുള്ളവയും ലോകം എന്നതുകൊണ്ട് വീക്ഷിക്കുന്നു. വിശ്വാസികൾ ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് വചനം സൂചിപ്പിക്കുന്നു. ലോകം എന്നതുകൊണ്ട് ലോകത്തിന്റെ വ്യവസ്ഥിതി എന്നുകൂടെ അർത്ഥമുണ്ട്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ലോകം എന്ന അർത്ഥം കൊണ്ട് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന 2-ാം വാക്യത്തിൽ ഈ കാലഘട്ടം എന്നാണ്. ഈ കാലഘട്ടത്തിന്റെ തിന്മയുടെ ശക്തികൾ. മറ്റൊന്ന് ജഡമാണ്. മനുഷ്യനിൽ അവന്റെ ജഡശക്തി പിശാച് സ്വാധീനിച്ചിട്ട് ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു, മനുഷ്യനെ നിയന്ത്രിക്കുന്നു. ജഡമോഹം നമ്മുടെ മനുഷ്യ മനസ്സിനെ മലീമസമാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ജഡത്തിന്റെ പ്രവൃത്തിയും ജഡവും ആത്മാവും തമ്മിൽ വൈരുദ്ധ്യമാണെന്ന് കാണുന്നു. 3-ാമത് പിശാചാണ്. ആദ്യ മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച് അവനെ പാപത്തിൽ തള്ളിയിട്ട പിശാച് ഇന്നും മനുഷ്യനെ പാപത്തിന് പ്രേരിപ്പിക്കുന്നു എന്നുള്ള വസ്തുത നാം തിരിച്ചറിയണം. എന്താണ് പാപത്തിന്റെ പരിഹാരം? പാപത്തിന്റെ പരിഹാരം ഒരു യാഗബലിയാണ്. അത് യേശു ക്രിസ്തുവിന്റെ യാഗബലി മരണത്തിലൂടെ പാപമോചനത്തിനുള്ള വഴി സാധിച്ചു എന്ന് മനസ്സിലാക്കാം. അതായത് പരീക്ഷിക്കപ്പെടുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ ഒരു സാധ്യതയുമില്ലാതിരിക്കുമ്പോൾ, അതായത് യേശു തന്റെ ദേഹമെന്ന തരിശീല നമുക്ക് വേണ്ടി ചീന്തപ്പെടുക വഴി ഹി ബിക്കെയിം ദ ട്രയൽ ബ്ലേസർ. അവിടെ നമുക്ക് രക്ഷയ്ക്ക് ഒരു കാരണഭൂതനായി തീർന്നു, രക്ഷയ്ക്ക് വഴികാട്ടിയായി. കാരണഭൂതൻ എന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എ ട്രയൽ ബ്ലേസർ എന്നാണ്. അതായത് നമ്മള് എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായാൽ അവൻ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ സ്വമരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും രക്ഷിച്ചുവല്ലോ, വിടുവിച്ചുവല്ലോ എന്ന് പറയുന്ന വാക്യവും 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം 5-ാം അധ്യായത്തിന്റെ 7 എന്താ വായിക്കുന്ന എബ്രായർ 5-ന്റെ 7 ആരെങ്കിലും എടുത്തോ? മതി. ക്രിസ്തു തന്റെ അതിന്റെ 8-ാം വാക്യം വായിച്ചേ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അവൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന എവർക്കും കാരണഭൂതൻ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ കാരണഭൂതൻ എന്നുള്ള ആ വാക്ക് വളരെ രസകരമാണ്. അതിന്റെ ലിറ്ററൽ അർത്ഥം എന്ന് പറയുന്നത് ട്രയൽ ബ്ലേസർ. ട്രയൽ ബ്ലേസർ എന്ന് പറഞ്ഞാൽ ഒരു വഴിയില്ലാത്തടത്ത്, മുന്നോട്ട് പോകാൻ ഒരു മാർഗം ഇല്ലാത്തടത്ത് എന്തോ ചെയ്യണമെന്നറിയാം. നമ്മളൊരു ഡെഡ് എൻഡിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ആരെങ്കിലും ഒരു വഴി വെട്ടിത്തുറക്കുന്ന, ആദ്യമായൊരു വഴി വെട്ടിത്തുറക്കുന്ന ആ പദത്തിന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പദമാണ് ട്രയൽ ബ്ലേസർ, കാരണഭൂതൻ. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി രക്ഷയുടെ വഴി വെട്ടിത്തുറന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് പാപത്തിന്റെ പരിഹാരം വരുത്തി യേശു ക്രിസ്തു നമുക്ക് രക്ഷയ്ക്കുള്ള ഒരു വഴി തുറന്ന് അങ്ങനെ നമ്മളെ രക്ഷയിലേക്ക് നടത്തി രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്നുള്ള വസ്തുതയാണ് ഇതിനകത്ത് സൂചിപ്പിക്കുവാനുള്ളത്.
ഓക്കെ. പാപം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കിയ പ്രതിസന്ധി എന്തൊക്കെയാണ്? ദൈവത്തോട് വിരോധമുണ്ടാക്കി, ദൈവിക നീരസം, പാപം കുറ്റമായി തീർന്നു, പാപം ശിക്ഷയ്ക്ക് കാരണമായി, പാപം മരണത്തിന് കാരണമായി. ഇങ്ങനെ പാപം ചെയ്യുക വഴി മനുഷ്യൻ അടിമയായി തീർന്നു, അടിമത്തത്തിന് കാരണമായി. മാത്രമല്ല, അവൻ യാഥാർത്ഥ്യത്തിൽ നിന്ന് പലായനം ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല, പാപനിമിത്തം പാപമില്ല എന്നുള്ള നിഷേധ ചിന്തയും മനുഷ്യനിൽ ഉണ്ടായി വന്നു. പാപം എന്നൊരു സാധനമില്ല എന്നൊരു നിഷേധ ചിന്ത മനുഷ്യനിൽ ഉണ്ടാകുന്നത് തന്നെ എന്തിന്റെ ഫലമാണ്? പാപത്തിന്റെ ഫലമാണ്. അത് ആത്മവഞ്ചനയ്ക്കും കാരണമാകുന്നു. അതായത് ഇത്തരത്തിൽ പാപം മനുഷ്യനിൽ അശാന്തി, നിത്യമരണം, ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ അവനെ ദൈവത്തിൽ നിന്ന് അകറ്റി തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവൻ എന്നേക്കുമായി അകന്നു പോകുന്ന ഒരു തലത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീർന്നു. ഈ പാപത്തിൽ നിന്ന് മോചനത്തിനുള്ള മറികടക്കുന്ന വഴിയാണ് റീജനറേഷൻ, അഥവാ വീണ്ടും ജനനം. വീണ്ടും ജനനം നമ്മൾ അറിയണം. ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ റിഫോംഡ് ആവുമ്പോൾ അവനിലൊരു റവല്യൂഷൻ നടക്കുകയാണ്. സോ പാപത്തിൽ നിന്ന് മറികടന്ന് പുറത്തു വരുവാൻ ഒരു റീജനറേഷൻ, റിപ്പൻഡൻസ്, റീജനറേഷൻ, റീഫോർമേഷൻ ആൻഡ് എ റവല്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ നടക്കേണ്ടതുണ്ട്. അഥവാ മനുഷ്യവർഗത്തെ മുഴുവൻ വഞ്ചിച്ച് പിശാചിന് അടിമയാക്കിയ മനുഷ്യനെ വഞ്ചിക്കുന്ന നിമിത്തം അവൻ പാപത്തിൽ അടിമപ്പെട്ടെങ്കിൽ യേശുവിന്റെ അനുസരണ നിമിത്തം നമുക്ക് പാപമോചനമുണ്ട്. ഇതാണ് പൊതുവെ പാപത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട വസ്തുതകൾ. ലളിതമായി ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം: മനുഷ്യനെ ദൈവം അവിടുത്തെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, വിശുദ്ധനായി അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സ്വതന്ത്ര ഇംഗിതത്തോടെയും തെരഞ്ഞെടുപ്പുള്ള സ്വാതന്ത്ര്യത്തോടെയും ദൈവം മനുഷ്യനെ നിർമ്മിച്ചു. ദൈവഗീതത്തിന്റെ വെളിപ്പാട് ദൈവം അവർക്ക് നൽകി. മനുഷ്യൻ ഈ ദൈവിക വെളിപ്പാട് ലംഘിക്കുകയും തന്റെ സ്വതന്ത്ര ഇംഗിതം ദൈവിക കൽപ്പന ലംഘിക്കുവാൻ ഉപയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ മനുഷ്യൻ കുറ്റക്കാരനായി തീർന്നു. ദൈവഗീതത്തിന്റെ ലംഘനത്തെയാണ് പാപമെന്ന് വിളിക്കുന്നത്. ആദ്യ മനുഷ്യന്റെ പാപം ഭീകരമായ പ്രത്യാഘാതം ഉളവാക്കി. അവനിൽ നിന്ന് ഉത്ഭവിച്ച മുഴു മനുഷ്യജാതിയും പാപത്തിന് അടിമയായി തീർന്നു. റോമർ 5:12. അങ്ങനെ എല്ലാവരും പാപികളായി തീർന്നു. റോമർ 3:10 താഴോട്ട് വായിക്കും. ഓക്കെ. പാപം മനുഷ്യന്റെ എല്ലാ ഘടകങ്ങളിലും വ്യാപരിച്ചു. റോമാലേഖനം 3:10-18 വരെ പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ദൈവം മനുഷ്യന് മുന്നറിയിപ്പ് നൽകി. അവനോട് പറഞ്ഞ, തിന്നരുത്, ഈ വൃക്ഷം തിന്നുന്ന ആളിൽ നീ മരിക്കും. റോമാലേഖനം 6:23 വിളിച്ചു പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അങ്ങനെ മനുഷ്യവർഗം പാപികളായി. ഇതാണ് പൊതുവെ പാപശാസ്ത്രം, വേദപുസ്തക വീക്ഷണം. നിങ്ങൾക്ക് വേഗം എന്തെങ്കിലും ചോദിക്കാം. ഞാൻ ഇത്തിരി ഫാസ്റ്റ് ആയിരുന്നു, കാരണം തീർക്കേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, അടുത്തത്. ഞാൻ വിശാലമായി കുറെ കാര്യം പറഞ്ഞു പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേഗം ചോദിക്കാം. ഒന്നും ചോദിക്കാനില്ല? ഇല്ല എങ്കിൽ അടുത്ത ചിന്തയിലേക്ക് പോകാം. രക്ഷാശാസ്ത്രം. രക്ഷയുടെ ഉപദേശത്തെ കുറിച്ചുള്ള ദൈവശാസ്ത്രമാണ് സോറ്റീരിയോളജി അഥവാ രക്ഷാശാസ്ത്രം. മനുഷ്യർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തോട് നിരപ്പായി പുതിയ സൃഷ്ടിയായിത്തീരുന്ന പ്രക്രിയയാണ് രക്ഷ. സോറ്റീരിയോളജി എന്നാണ് എന്നെ ദൈവശാസ്ത്ര രംഗത്ത് അത് വിളിക്കുന്ന പേര്. സോറ്റീരിയ, സോട്സോ, ഐസേവ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സോറ്റീരിയ എന്ന ഗ്രീക്ക് പദമുള്ളത്. രക്ഷ എന്നർത്ഥം. അതിൽ നിന്നാണ് സോറ്റീരിയോളജി, രക്ഷാശാസ്ത്രം എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. ഭൗതികമായ പ്രതികൂലങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും തുടർന്ന് ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങളുമായിരുന്നു രക്ഷ. ഇവിടെ ഭൗതിക രക്ഷയ്ക്കായിരുന്നു മുൻതൂക്കം. എന്നാൽ പിൽക്കാലങ്ങളിൽ ധാർമ്മികവും ആത്മീയവുമായ വീഴ്ചയിൽ നിന്നും അധപ്പനങ്ങളിൽ നിന്നും മോചനവും ക്ഷമയും തൽഫലമായി ഉണ്ടാകുന്ന ആത്മീയ അനുഗ്രഹങ്ങളുമാണ് മനുഷ്യന്റെ രക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുതിയ നിയമത്തിൽ മനുഷ്യന് പാപത്താൽ ഉണ്ടായ ന്യായവിധിയിൽ നിന്നും ദൈവത്തിൽ നിന്നുള്ള അന്യപ്പെടലിൽ നിന്നും ക്രിസ്തുവിന്റെ ബലിമരണത്താലും പാപിയുടെ വിശ്വാസത്താലും പശ്ചാത്താപത്താലും ദൈവം കൃപ തോന്നി നൽകുന്ന പാപമോചനവും ദൈവത്തോടുള്ള നിരപ്പും പുതിയ സൃഷ്ടിയുടെ പ്രത്യാശയമാണ് രക്ഷ. രക്ഷയുടെ പ്രക്രിയയിൽ
വിവിധ ഘടകങ്ങളുണ്ട്. പണ്ഡിതന്മാർ ഇവയ്ക്ക് പ്രത്യേക നാമങ്ങൾ നൽകിയിരിക്കുന്നു. നമുക്കുണ്ടാകുന്ന രക്ഷയുടെ ഈ വശങ്ങളെ ക്രമത്തിൽ പ്രതിപാദിച്ചാൽ നമുക്ക് അതിനെ ഇങ്ങനെ വിളിക്കാം. ലത്തീൻ ഭാഷയിൽ ഓർഡോ സൊല്യൂട്രസ് എന്ന് അറിയപ്പെടുന്നു. ഓർഡോ സൊല്യൂട്രസ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് സാൽവേഷൻ. എന്താണ് ഓർഡോ സൊല്യൂട്ടിസ് എന്ന ലത്തീൻ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? അതിനകത്ത് പ്രധാനമായും രക്ഷയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന വിവിധ ഘടകങ്ങളുണ്ട്. ഒന്ന് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ്. നമ്മൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. എക്ലഗോമായി എന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. എക്ലഗോമായി ആ പദത്തിന്റെ ആ വാക്കിൽ നിന്നാണ് എക്ലഗോമായി എന്ന വാക്കിൽ നിന്നാണ് എലക്ഷൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. രക്ഷാശാസ്ത്രത്തിൽ രണ്ടാമത്തെ പദം വീണ്ടും ജനനമാണ്. ബോണഗെയിൻ, റീബർത്ത്, പുനർജനനം. നമ്മൾ തീർത്തോസ് ലേഖനമൊക്കെ വായിക്കുമ്പോൾ പുനർജന്മ സ്നാനത്താൽ എന്നുള്ള പ്രയോഗമുണ്ട്. മാത്രമല്ല യോഹന്നാൻ 3-ൽ നാം വായിക്കുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക. അതിനകത്ത് ഒരു പദമാണ്. മറ്റൊന്ന്, അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് പരിവർത്തനമാണ്, കൺവേർഷൻ. അതിന് പുരാതന ഭാഷയിൽ പ്രോസ്ലൈറ്റൈസേഷൻ എന്ന് പറയും. കൺവേർഷൻ, ഒരാളിന് പരിവർത്തനം സംഭവിക്കുക. അത് മാത്രമല്ല, രക്ഷയിൽ അടുത്ത ഘടകം എന്ന് പറയുന്നത് ജസ്റ്റിഫിക്കേഷനാണ്. ഒരാളിന് നീതീകരണം. രക്ഷയുടെ അടുത്തൊരു പ്രയോഗം എന്ന് പറയുന്നത് അത് ദത്തെടുപ്പാണ്, അഡോപ്ഷൻ. അത് തന്നെ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ലോകസ്ഥാനത്തിന് മുമ്പേ നമ്മെ അവന് തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മാത്രം നമ്മെ ദത്തെടുക്കേണ്ടത്. ദത്തെടുപ്പ് അഥവാ പുത്രത്വം നൽകൽ, അഡോപ്ഷൻ. അടുത്തത് രക്ഷയ്ക്കകത്ത് വരുന്ന അടുത്തൊരു പ്രധാന സാധനം സാങ്ക്ടിഫിക്കേഷൻ ആണ്, വിശുദ്ധീകരണം. മറ്റൊന്ന് സ്ഥിരതയാണ്, പെർസീവറൻസ്. മറ്റൊന്ന് തേജസ്കരണമാണ്, ഗ്ലോറിഫിക്കേഷൻ. ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നു. തെരഞ്ഞെടുപ്പ്, വീണ്ടും ജനനം, പരിവർത്തനം, നീതീകരണം, ദത്തെടുപ്പ്, വിശുദ്ധീകരണം, സ്ഥിരത, തേജസ്കരണം. ഈ പദങ്ങളെല്ലാം രക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മുടെ ജീവിതത്തിൽ രക്ഷ നൽകുന്ന വഴികളെ കുറിച്ച് പറയുമ്പോൾ, ദൈവം മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. എന്താണ് ആ വിളി? സുവിശേഷത്താലുള്ള വിളി. യേശുക്രിസ്തുവിലൂടെ രക്ഷ ലഭിക്കും എന്നുള്ള സുവിശേഷ വചനത്താൽ എല്ലാവരെയും വിളിക്കുകയാണ്. എങ്ങനെയാണ് വിളിക്കുന്നത്? ആ വിളിയിൽ മാനസാന്തരം. അതായത് നമ്മൾ പുസ്തകം വായിക്കുന്ന ഇങ്ങനെയാണ്. അപ്പോസ്തലപ്രവൃത്തി 5:12 അല്ലേ? അപ്പോസ്തലപ്രവൃത്തി 5:12 എന്താ അവിടെ വായിക്കുന്നത്? മറ്റൊരുത്തനിലും രക്ഷയില്ല, താൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവും ഇല്ല. അപ്പൊ മാനസാന്തരപ്പെടണം. നിങ്ങൾക്ക് യേശുവിന്റെ പ്രസംഗത്തിലും മാർക്കോസ് 1:15 കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. യോഹന്നാസ്നാവന്റെ പ്രസംഗത്തിലും മാനസാന്തരപ്പെടുവാൻ ആവശ്യപ്പെടുന്നു. ഓക്കെ, ഇതാണ് സുവിശേഷത്തിന്റെ വിളി. വീണ്ടും ജനനം പ്രാപിക്കുക, റീജനറേഷൻ. അതായത് വീണ്ടും ജനനം പൂർണ്ണമായും ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അത് തത്സമയം സംഭവിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. വീണ്ടും ജനിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരിവർത്തനം വരുന്നു, അയാൾക്ക് മാനസാന്തരം വരുന്നു. വീണ്ടും ജനിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് വരുന്നു? മാനസാന്തരം വരും. ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു പരാജയം അവിടെയാണ്. പലരും വീണ്ടും ജനിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ അവർക്ക് എന്തില്ല? മാനസാന്തരമില്ല, റിപ്പൻഡൻസ് ഇല്ല. അതൊരു ഭയങ്കര ട്രാജഡിയായി തീർന്നു. റിപ്പൻഡൻസ് എന്നതിന് ഗ്രീക്കിൽ മെറ്റാനോയിയ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. മെറ്റാനോയിയ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തിലെ യൂട്ടേൺ ആണ്. ഇതുവരെ ജീവിച്ച ജീവിതചര്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചു വരികയാണ്. നോയ എന്നുള്ള പദത്തിന് ന്യൂസ് എന്ന പദത്തിൽ നിന്നാണ് നോയ എന്ന പദം. ന്യൂസ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മെറ്റാനോയ, നമ്മുടെ ജീവൻ അപ്പുറത്തേക്ക്, നമ്മുടെ ആളത്വത്തിന്റെ സമ്പൂർണ്ണ വ്യതിയാനമാണ് ഒരു തരത്തിൽ ഈ മാനസാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത്.
പൗലോസ് തീമോഥെയോസിന് കത്തിരുന്ന് പറയുന്നുണ്ട്, എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിച്ചും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് 3:16 2 തിമോഥെയോസ് തികഞ്ഞവനാകേണ്ടതിനും ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ അതൊരു പ്രത്യേക കാര്യമാണ്. നാം വിശ്വസിക്കണം, പാപത്തെ ഏറ്റുപറയണം, നീതിയിലെ അഭ്യാസനത്തിന് ദൈവവചനം അനുസരിക്കണം. ഓക്കെ, ദൈവ മക്കളായിത്തീരണം. യോഹന്നാൻ 1:12 വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായിത്തീരുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. അടുത്ത വായിക്കുന്ന, അവർ ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലല്ല ആരിൽ നിന്നത്രേ ജനിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചിരിക്കുന്നു. അപ്പം ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പാപത്തെ ഏറ്റുപറയണം, നീതീകരിക്കപ്പെടണം. യേശു ക്രിസ്തുവിന്റെ രക്തം മൂലമുള്ള നീതീകരണം. എന്താണ് നീതീകരണം എന്ന് പറഞ്ഞാൽ? ദൈവം നമുക്ക് രക്ഷ നൽകുന്ന പ്രക്രിയയെക്കുറിച്ച് പൗലോസ് അവലോകനം നടത്തുമ്പോൾ നീതീകരണത്തെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നു. റോമാലേഖനം 8:30 മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു വിളിക്കുന്നു എന്നുള്ള വാക്യത്തിൽ നിന്ന് ദൈവം കർത്താവ് നമ്മളെ വിളിക്കുന്നുവെന്നും നമ്മളെ നീതീകരിക്കുന്നുവെന്നും നമ്മളെ തേജസ്കരിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം. നീതീകരണം എന്നതൊരു പ്രഖ്യാപനമാണ്. പാപിയായ മനുഷ്യനെ ദൈവം ഡിക്ലെയർ ചെയ്യാണ്. ഹി ഈസ് നോ മോർ എ സിന്നർ, ഹി ഈസ് റിലീസ്ഡ്. അവനെ നീതീകരിക്കുക, ഹി ഈസ് ജസ്റ്റിഫൈഡ്. അവനെ നീതിമാനായി സ്വർഗം പ്രഖ്യാപിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു പൊസിഷണൽ justification. You have been declared justified. യേശു ക്രിസ്തു നമ്മളെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ നീതീകരണം ക്രിസ്തുവുള്ള വിശ്വാസത്താലാണ്. അങ്ങനെ നീതീകരണം പ്രാപിച്ചാൽ നാം ദൈവ കുടുംബത്തിൽ അംഗത്വമായി തീരും. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എഫേസ്യലേഖനം 3-ാം 14-15 വാക്യങ്ങളിൽ, അതോടൊത്ത് സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ മുന്നിൽ ഞാൻ മുട്ട് കുത്തുന്നു. അങ്ങനെ നാം എന്ത് ചെയ്യുന്നു? ദൈവഭവനത്തിലെ അംഗമായി തീരുന്നു. അങ്ങനെ ദൈവഭവനത്തിൽ അംഗമായി തീർന്നാൽ സ്വർഗം നമ്മളെ ആ കുടുംബത്തിലെ അംഗമാക്കി ദത്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ വിശുദ്ധീകരിക്കുന്നു. നീതീകരണം ഒരു 1 ടൈം ഇവന്റ് ആണ്. എന്നാൽ വിശുദ്ധീകരണം ഒരു ലൈഫ് ടൈം ഇവന്റ് ആണ്, ആയുഷ്കാലം മൊത്തം. അതായത് ഒരു മനുഷ്യൻ ദൈവതലായി തീർന്നാൽ അവന്റെ മരണം വരെയുള്ള ഒരു കണ്ടിന്യൂസ് പ്രോഗ്രസീവ് പ്രോസസ് ആണ് എന്ത്? സാങ്ക്ടിഫിക്കേഷൻ. അതൊരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അത് ഇറ്റ് വിൽ ബി കണ്ടിന്യൂ, ഇറ്റ് വിൽ ബി പെർപ്പച്വൽ. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് നീതീകരണം ഒരു തരത്തിലുള്ള ഒരു പൊസിഷനലാണ്, ഒരു സ്ഥാനത്തേക്ക് നമ്മളെ കയറ്റി വെക്കുകയാണ്, വിശുദ്ധൻ എന്ന പദവിക്ക്. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് അതൊരു ലൈഫ് ടൈം പ്രോസസ് ആണ്. ദാറ്റ് വിൽ ബി കണ്ടിന്യൂയിങ്. അതിന്റെ അവസാന പോയിന്റ് ആണ് തേജസ്കരണം. നമ്മൾ മരണത്താൽ മാറ്റപ്പെട്ടാലും ജീവിച്ചിരുന്നാലും കർത്താവിന്റെ മധ്യാസ്ഥയിൽ വരുമെങ്കിൽ ഈ ജഡത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ നീതീകരണം എന്ന് പറയുന്ന ആത്മാവിനും, വിശുദ്ധീകരണം എന്ന് പറയുന്ന സോളിനും, തേജസ്കരണം എന്ന് പറയുന്ന ജഡത്തിനും സംഭവിക്കുന്ന മാറ്റം. ഒരാളിനെ സമ്പൂർണമായി രക്ഷിക്കുന്ന ഒരു പ്രോസസ്സിൽ നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും ഉൾക്കൊള്ളുന്നതായി നാം മനസ്സിലാക്കണം. തേജസ്കരണത്തിൽ ഇത്തിരിയുടെ ആഴത്തിൽ ഒരു വസ്തുതയുണ്ട്. നമുക്കറിയാം, ദൈവം നമ്മളെ നീതീകരിക്കുന്നു, ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നു, നമ്മളെ തേജസ്കരിക്കുന്നു. തേജസ്കരണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ മനുഷ്യനെ മാത്രമല്ല, ദൈവം സകല സൃഷ്ടിയും. റോമാലേഖനം 8-ാം അതിന്റെ 19-20 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ സർവ്വ സൃഷ്ടിയും ഇന്നുവരെയും ഈറ്റുനോവോടിരിക്കുന്നു. അവർ സൃഷ്ടി ദൈവത്തന്നാട് വെളിപ്പാടിനായി ആർത്തിയോടെ കാത്തിരിക്കുന്നു നാം കാണുന്നു. സകല സൃഷ്ടിയെയും എന്ന് പറഞ്ഞാൽ ഒരു റിസ്റ്റോറേഷൻ ആണ്. ദൈവത്തിന്റെ ആദിമ സൃഷ്ടിയിലേക്ക് മുഴു ആളത്വത്തെയും മുഴു സമൂഹത്തെയും ദൈവം രൂപപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കോസ്മിക് ഡയമെൻഷൻ ഉണ്ട്. അതായത് ഒരു കോസ്മിക് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം വിശുദ്ധീകരിച്ച് തേജസ്കരിച്ച് ഘടനയ്ക്ക് മാറ്റം വരുത്തുകയാണ്. ഇതാണ് സത്യത്തിൽ നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷയ്ക്കൊരു ത്രികാല അനുഭവമുണ്ട്. നീതീകരണം എന്ന് പറയുന്ന രക്ഷിക്കപ്പെട്ടു,
വിശുദ്ധീകരണം എന്ന് പറയുന്ന രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. തേജസ്കരണം എന്ന് പറയുന്ന രക്ഷിക്കപ്പെട്ടു ആത്മാവിന്റെ വീണ്ടെടുപ്പ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു സോൾ, എൻ്റെ ജീവന്റെ ശുദ്ധീകരണം, രക്ഷിക്കപ്പെടും എൻ്റെ ജഡത്തിന്റെ വീണ്ടെടുപ്പ്. ഈ 3 തലം കൂടെ ചേർന്നതാണ് രക്ഷ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. രക്ഷയ്ക്കൊരു ത്രികാല അനുഭവം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. എങ്ങനെ രക്ഷിക്കപ്പെടും? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എഫെസ്യർ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 3 കാരണങ്ങളാണ് ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വെച്ചത്. 1 കൃപ, 2 കരുണ, 3 സ്നേഹം. കൃപയാൽ നിങ്ങൾക്ക് രക്ഷ നൽകി, കരുണയാൽ നിങ്ങളുടെ കഷ്ടത എടുത്തു മാറ്റി, സ്നേഹത്താൽ നിങ്ങൾക്ക് പുത്രത്വം നൽകി. ഈ 3 കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. കൃപ, കരുണ, സ്നേഹം. എഫെസ്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. കൃപ നമുക്ക് രക്ഷ നൽകുമ്പോൾ, കരുണ നമ്മുടെ കഷ്ടത എടുത്തു മാറ്റുമ്പോൾ, ദൈവ സ്നേഹം നമുക്ക് പുത്രത്വം നൽകുവാൻ കാരണമായി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് പൊതുവെ രക്ഷ. രക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രക്ഷിക്കപ്പെട്ടവൻ രക്ഷയുടെ പ്രവൃത്തി ചെയ്യണം, രക്ഷിക്കപ്പെട്ടവന്റെ പ്രവൃത്തി ചെയ്യണം. പിന്നെ പാപത്തെ സ്നേഹിക്കാൻ പറ്റില്ല. അവന്റെ പ്രവൃത്തി നിമിത്തം അവൻ രക്ഷിക്കപ്പെട്ടവനോ എന്ന് തിരിച്ചറിയാം. ഞാൻ ഇന്ന് രാവിലെ ചാപ്പലിൽ പിള്ളേരോട് അധ്യാപകരുടെ മീറ്റിംഗിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അധ്യാപകരോട് ഞാൻ പറയാനിടയായിട്ടെന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പറയാമെന്നൊരു കാര്യമുണ്ട്. അതായത് ദൈവത്തിന് ഒരാളിനെ അയാളുടെ പേര് കൊണ്ടറിയാം. ഗോഡ് നോസ് ആൻ ഇൻഡിവിജ്വൽ ബൈ ഹിസ് നെയിം. പക്ഷേ ഞാൻ നിങ്ങൾ ഒരാളിനെ അറിയുന്നത് അയാളുടെ പ്രവൃത്തി നിമിത്തമാണ്, പേര് നിമിത്തമല്ല. ഗോഡ് നോസ് എ പേഴ്സൺ ബൈ ഹിസ് നെയിം, ബട്ട് we people know somebody through their behavior, through their action. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് ഒരാളിനെ അയാളുടെ പേര് കൊണ്ട് അറിയാം, പക്ഷെ നമ്മൾ ഒരാളിനെ അറിയുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ പ്രവൃത്തി നിമിത്തമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ രക്ഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ വിശദീകരിക്കുന്നു. അടുത്തത് സഭാശാസ്ത്രമാണ്. സഭാശാസ്ത്രം നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്യുന്നതെന്ന് കേൾക്കണം. ഞാൻ ഇത്തിരി ഫാസ്റ്റിൽ പറഞ്ഞു പോകാം, തീർക്കേണ്ടതുള്ളത് കൊണ്ട്. അടുത്ത സഭാശാസ്ത്രമാണ്. സഭാശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഭ. എന്താണ് സഭ? നമുക്കറിയാം, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നു. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ സഭ എന്ന് പറയുന്നത് അതിന് ഗ്രീക്കിൽ എക്ലീസിയ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. എന്താണ് എക്ലീസിയ? എക്ലീസിയ എന്ന പദത്തിന്റെ അർത്ഥം എക്ക് പ്ലസ് കാലയോ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിലാണ്. എക്ക് പ്ലസ് കാലയോ എന്നുള്ള, കാലയോ മീൻസ് ടു കാൾ, ക്ലേറ്റോസ് എന്ന് പറഞ്ഞാൽ കോളിംഗ്, എക്ക് മീൻസ് ഫ്രം ഓർ ഔട്ട് ഓഫ്. അപ്പം ലോകത്തിൽ നിന്ന് ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിലാണ് എക്ലീസിയ എന്ന പദം ഉപയോഗിക്കുന്നത്. സഭ എന്നതിന് ഉപയോഗിക്കുന്ന യവനായ പദം എക്ലീസിയ എന്നാണ്. വേറൊരു വാക്കുകൊണ്ട് കൊയിനോണിയ എന്നൊരു പദം ഉപയോഗിക്കുന്നത് കൂട്ടായ്മ. കൂട്ടായ്മ എന്നൊരു ഗ്രീക്ക്, അതിന് തുല്യമായ കൊയിനോണിയ എന്ന ഗ്രീക്ക് പദങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പദങ്ങളാണ് സഭ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് സഭ? കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്ന് നമ്മൾ തിരിച്ചറിയണം. സഭയിലെ അംഗമാകുന്നതിന് രക്ഷിക്കപ്പെടുകയും നമ്മൾ സ്നാനപ്പെടുകയും ചെയ്യണമെന്ന് വേദോസ്തം വ്യക്തമാക്കുന്നു. രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. നമ്മൾ അപ്പോസ്തല ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 38 മുതൽ 7 മുതൽ വായിക്കുമ്പോൾ പത്രോസിന്റെ പ്രസംഗം കേട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടാരവായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സഹോദരനായ പുരുഷന്മാരെ, ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? പത്രോസ് വായി തുറന്ന് പറഞ്ഞു, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടു ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പൊ സഭയെ സംബന്ധിച്ചിടത്തോളം വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. സഭ അനുഷ്ഠിക്കുന്ന 2 കർമാനുഷ്ഠാനങ്ങളുണ്ട്. സഭയിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ അനുഷ്ഠിക്കേണ്ട 2 കർമാനുഷ്ഠാനങ്ങൾ, ഒന്ന് സ്നാനമാണ്,
അതൊരിക്കലും മറ്റൊന്ന് കർത്തൃമേശയാണ്. അത് കൂടി വരുമ്പോഴൊക്കെയും അനുഷ്ഠിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. കർത്തൃമേശയെ കുറിച്ച് 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളും സ്നാനത്തെ കുറിച്ച് റോമാലേഖനം 6 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതാണ് പൊതുവെ സഭയെക്കുറിച്ചുള്ള ഉപദേശം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ ഞാൻ ചേർത്ത് പറയാം. സഭ എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ആളുകൾ ദൈവരാജ്യം എന്ന നിലയിൽ സഭയെ ചിത്രീകരിക്കാറ്. വേദപുസ്തകത്തിൽ സഭയെക്കുറിച്ച് പൗലോസ് പറയുന്ന പല പ്രയോഗങ്ങളുണ്ട്. അതായത് എന്താണ് സഭ എന്ന് നാം തിരിച്ചറിയേണ്ടത്. സഭ 4 വ്യത്യസ്ത രീതികളിൽ നമുക്ക് മനസ്സിലാക്കാം. അതിൽ പ്രധാനമായും സഭ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ ആലയമാണ്. എന്താണ്? ദൈവത്തിന്റെ ആലയം. 1 കൊരിന്ത്യർ 3:9, 16, 6:19, 2 കൊരിന്ത്യർ 6:16, എഫേസ്യർ 2:20 മുതൽ 22 വരെ, 1 തിമോഥെയോസ് 3:15. സഭ ദൈവത്തിന്റെ ആലയമാണ്. എല്ലാരും പറഞ്ഞാട്ടെ, സഭ ദൈവത്തിന്റെ ആലയം. 2, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. റോമാലേഖനം 12:4, 1 കൊരിന്ത്യർ 12:12 മുതൽ 27 വരെ, എഫേസ്യ ലേഖനം 1:22, 3:6, 4:4. സഭ ക്രിസ്തുവിന്റെ ശരീരം. അടുത്തത് സഭയെക്കുറിച്ച് പറയുന്ന മറ്റൊരു പ്രയോഗം ക്രിസ്തുവിന്റെ മണവാട്ടി. വെളിപ്പാട് 19:7, കുഞ്ഞാടിന്റെ കാന്ത, ക്രിസ്തുവിന്റെ മണവാട്ടി. ഇവിടെ വിവാഹവുമായി ബന്ധപ്പെട്ടത് സാദൃശ്യമാണ്. വിവാഹം മനുഷ്യന് സാർവലൗകികമായി എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ പരിചയമുള്ളതാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ വിവാഹത്തിലുള്ളതുപോലെ ഈ രൂപകത്തിന് ശാരീരിക ലൈംഗിക അർത്ഥങ്ങളില്ല. അതൊരു വിശ്വാസിക്ക് ക്രിസ്തുവിനോടുള്ള അടുപ്പത്തെ വിവരിക്കുന്നു എന്ന് മാത്രം നാം മനസ്സിലാക്കണം. മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും അടുപ്പമേറിയ ബന്ധമാണ് വിവാഹബന്ധം. ഈ പ്രപഞ്ചത്തിലെ കർത്താവിന് മണവാട്ടിയാകുന്നത് ഏറ്റവും വലിയ പദവിയാണ്. സഭ ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവരുടെ കൂട്ടമാണ് എന്ന് 2 കൊരിന്ത്യർ 11:2 നമ്മൾ വായിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അങ്ങനെ കർത്താവിനെ ക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ഒരാൾ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ബിത്രോത്ത്, ആ ഒരു എൻഗേജ്മെന്റ് നടക്കുകയാണ്. ഓക്കെ, ഇതാണ് നാം വായിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു വസ്തുത. അടുത്തത് സഭ ആട്ടിൻകൂട്ടം. പഴയ നിയമത്തിന്റെ ഒരു പ്രയോഗത്തിലാണ് പത്രോസ് മത്തായി സുവിശേഷം പറയുന്നത്, ചെറിയ ആട്ടും, ലിറ്റിൽ ഫോക്ക്, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ള പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയും. സഭയെ അതുപോലെ തന്നെ ഒരു കെട്ടിടമായി ഓർമ്മിച്ചിട്ടുണ്ട്. ഒരു കെട്ടിടമായിട്ട്, എ ബിൽഡിംഗ്. പൗലോസിന്റെ ഒരു പ്രയോഗമാണ് കൊരിന്ത്യർ ലേഖനത്തിൽ, ഒരു ബിൽഡിംഗ് എന്ന നിലയിൽ അവനിൽ കെട്ടിടം മുഴുവൻ, അല്ലെങ്കിൽ എഫേസ്യ ലേഖനം 2 അധ്യായത്തിന്റെ 20-21 തോന്നുന്നു, അവന് കെട്ടിടം മുഴുവൻ യുക്തമായും ചേർന്ന് ഒരാത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു എന്ന് നാം കാണും. സഭയൊരു സംഘടനയല്ല, സഭ എന്നതൊരു രാജ്യമല്ല. ആളുകൾ പലപ്പോഴും സഭയും ദൈവരാജ്യവും തമ്മിൽ ഒന്നാണെന്ന് സങ്കല്പിക്കുന്നു. സഭ ദൈവരാജ്യം ഒന്നല്ല. ദൈവരാജ്യത്തിനകത്ത് സഭ ലൈക്ക് ആൻ എൻക്ലേവ്, ഒരു എൻക്ലേവ് പോലെ നമുക്ക് മനസ്സിലാക്കാം. സഭ എന്നത് പഴയ നിയമത്തിലെ സിനഗോഗിന്റെ കണ്ടിന്യൂഷൻ അല്ല, അത് നാം മനസ്സിലാക്കണം. സഭ വിശുദ്ധമാകുന്നു, സാർവലൗകികമാണ്, അപ്പോസ്തോലികമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി സഭയ്ക്ക് ശക്തിയുണ്ട്.
ആത്മീയ യുദ്ധത്തിൽ സഭയുടെ ശക്തി പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. നമ്മുടെ ശക്തി ഭരണകൂട ശക്തിയല്ല, മിലിറ്ററി പവർ അല്ല, മറിച്ച് ആത്മബലമാണ്. സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. സഭയുടെ ദൗത്യം മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. സഭയുടെ കടപ്പാട് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. വിശ്വാസിയുടെ കടപ്പാട് പരിപോഷണം എന്നുള്ളതാണ്. വിശ്വാസിയെ പരിപോഷിപ്പിക്കുകയാണ് സഭ ചെയ്യുന്നത്. ദൈവത്തോടുള്ള കടപ്പാട് ആരാധന, ലോകത്തോടുള്ള കടപ്പാട് സുവിശേഷീകരണം. അതായത് സഭയ്ക്ക് കടപ്പാടുണ്ട്. ലോകത്തോടുള്ള കടപ്പാട് സുവിശേഷീകരണം, ദൈവത്തോടുള്ള കടപ്പാട് ആരാധന, വ്യക്തികളോട് വിശ്വാസികളോട് കടപ്പാട് സഭ ആളുകളെ ആത്മീയമായി പരിപോഷിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് സഭയെക്കുറിച്ച് പൊതുവായി പറയുവാനുള്ളത്. എന്തെങ്കിലും ചോദിക്കാൻ? നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നല്ലോ അല്ലേ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നോ? യെസ് ഓർ നോ? ബിനു ജെയിംസ് പഠിപ്പിച്ചായിരുന്നു. ഓക്കെ. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചപ്പോ നമ്മൾ പറയാത്ത ഒരു വസ്തുത പെന്തക്കോസ്റ്റ് പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് വേണ്ടി പറയാൻ വിചാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം എന്താണ്? കാരണം സാധാരണ ഈ മാമോദിസ മുക്കി കഴിഞ്ഞിട്ട് പട്ടത്ത് സഭക്കാർ എന്ത് ചെയ്യുന്നു? മൂറോൻ തൈലം പൂശുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം എന്ന ഉപദേശം പെന്തക്കോസ് സഭ ചരിത്രത്തിൽ പെന്തക്കോസ് ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനപര ഉപദേശവും ഇതര ക്രിസ്തീയ സഭകളിൽ നിന്ന് പെന്തക്കോസ് സഭകളെ വ്യത്യസ്തമാക്കുന്നു. ഇതര ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് പെന്തക്കോസ് സഭകളെ വ്യത്യസ്തമാക്കുന്ന ഒരു വസ്തുതയാണ് എന്ത്? പരിശുദ്ധാത്മ സ്നാനം. ഇത് ആദിമ ക്രിസ്തീയ സഭയുടെ ആത്മീയ അനുഭവത്തെയും അപ്പോസ്തലിക സഭയുടെ ശക്തീകരണ അനുഭവത്തെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ അന്യഭാഷാ ഭാഷണത്തോടു കൂടിയുള്ള ആത്മസ്നാനത്തെയാണ് ഈ പേരിൽ പെന്തക്കോസ്ത് സഭകൾ വിളിക്കുന്നത്. അപ്പോസ്തലത്തിൽ 2-ാം അധ്യായത്തിൽ കാണുന്ന അന്യഭാഷാ ഭാഷണത്തോടു കൂടിയുള്ള ആത്മസ്നാനത്തെയാണ് ഈ പേരിൽ പരിശുദ്ധാത്മാ സ്നാനം എന്ന പേരിൽ പെന്തക്കോസ്ത് സഭകൾ വിളിക്കുന്നത്. ഈ അനുഭവം അതിനോടുകൂടെയുള്ള ആത്മശക്തിയുടെ പ്രത്യക്ഷീകരണവുമാണ്. കഴിഞ്ഞ 1.25 നൂറ്റാണ്ട് കൊണ്ട് ഏതാണ്ട് 35 കോടിയിലധികം അംഗസംഖ്യയുള്ള കൂട്ടമായി പെന്തക്കോസ്ത് സഭകൾ വളരാൻ കാരണം പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചുള്ള പഠിപ്പിക്കലുകളാണ്. 20-ാം നൂറ്റാണ്ടിന്റെ 3/4 ഭാഗവും ക്ലാസിക്കൽ പെന്തക്കോസ്ത് സഭകളുടെ മാത്രം അനുഭവമായിരുന്ന ഈ അനുഭവം ക്രമേണ ഇതര സഭകളിലും മാറ്റങ്ങൾ വരുത്തുവാൻ തുടങ്ങി. സമാനമായ ആത്മീയ അനുഭവങ്ങൾ കത്തോലിക്ക സഭയിലും ഉണ്ടായി. തൽഫലമായിട്ടാണ് കരിസ്മാറ്റിക് കൂട്ടങ്ങൾ കത്തോലിക്ക ഇതര ക്രിസ്തീയ സഭകളിൽ ഉണ്ടായിട്ടുള്ളത്. സാധാരണയായി പരിശുദ്ധാത്മ സ്നാനം എന്ന അനുഭവത്തെ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം, പരിശുദ്ധാത്മാവിനുള്ള സ്നാനം എന്നിങ്ങനെ വിളിച്ചിരിക്കുന്നു. സ്നാനം നിമജ്ജനമാകയാൽ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിമജ്ജനം ചെയ്യപ്പെടുന്ന അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവിക ത്രിത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ സ്ഥിരതാമസത്തിനായി ഇറങ്ങി വരുന്ന അനുഭവമാണിത്. ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് ശേഷം ഉണ്ടാകുന്ന വ്യക്തമായ ആത്മീയ അനുഭവവും ശക്തീകരണമാകുന്നു ആത്മസ്നാനം. ഒരു വ്യക്തിയുടെ മാനസാന്തര അനുഭവം അതിന് ശേഷം ഉണ്ടാകുന്ന വ്യക്തിപരമായ ആത്മീയ അനുഭവവും ശക്തീകരണവുമാണ് പരിശുദ്ധാത്മ സ്നാനം. അതിന്റെ പ്രത്യേകത, അതിന്റെ പ്രത്യക്ഷീകരണം അന്യഭാഷ അടയാളമാണ്. പുതിയ നിയമം അതാണ് പഠിപ്പിക്കുന്നത്. ഈ അനുഭവം ഒരു ക്രിസ്തു വിശ്വാസിയെ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിന് ശക്തീകരിക്കുകയും പാപത്തിന്മേൽ ജയം നൽകുകയും സുവിശേഷ സാക്ഷ്യത്തിനും ക്രിസ്തീയ ശുശ്രൂഷയ്ക്കുമായി ഒരാളിനെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു.
പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുള്ള തിരുവചന ഉപദേശങ്ങൾ. പാപത്താൽ വീഴ്ച ഭവിച്ച മനുഷ്യനെ ദൈവിക നിയമപ്രകാരം ജീവിക്കേണ്ടതിന് ദൈവശക്തി ആവശ്യമാണ്. കാരണം ദൈവിക നിയമങ്ങളും മാനദണ്ഡങ്ങളും വളരെ ഉന്നതവും പാവനവുമാകുന്നു. അവ നിവർത്തിക്കുവാൻ ശാരീരിക ശക്തി കൊണ്ടോ മാനസിക കഴിവുകൊണ്ടോ കേവല ഇച്ഛാശക്തി കൊണ്ടോ സാധ്യമല്ല. അതിന് ദൈവശക്തി കൂടിയേ തീരൂ. ദൈവശക്തി മനുഷ്യർക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഒരാൾക്ക് ദൈവശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഇതാണ് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പ്രസക്തി. അതുകൊണ്ടാണ് അപ്പോസ്തലർ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ യേശു പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിക്കും. അപ്പൊ പരിശുദ്ധാത്മ സ്നാനം വരുമ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു? ശക്തീകരിക്കപ്പെടുന്നതായി നാം കാണുന്നു. പഴയ നിയമത്തിൽ ഈ പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ച് പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ യോവേൽ പ്രവാചകൻ പറയുന്ന വചനത്തെ കോട്ട് ചെയ്യുന്ന നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലും പരിശുദ്ധാത്മാവെന്ന പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഇത്ര വ്യാപകമായി പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി എന്ന നിലയിൽ ചിത്രീകരിച്ചിരിക്കും നമുക്കറിയാം. ദൈവരാജ്യവും മശിഹായുടെ ആഗമനവും പ്രഖ്യാപിക്കാൻ ദൈവം നിയോഗിച്ചയച്ച യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തു നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പ്രവചിച്ചു. Recording in progress. ക്ലാസ് കഴിഞ്ഞോ? കണക്റ്റ് ആയിപ്പോയി. സാറിന്റെ നെറ്റ് കട്ടായെന്ന് തോന്നുന്നു. ആണോ? ആ, ഓക്കെ. എന്നാ ഇനിയിപ്പോ അതിന് സമയമില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് ഇനിയിപ്പോ സാറ് കയറാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ജോയ് പാസ്റ്റർ പ്രാർത്ഥന. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുകയാണ് കർത്താവേ. ജീവൻ ബൈബിൾ കോളേജ് മധ്യത്തിൽ കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹപ്പെട്ട ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് കർത്താവ് ഇടവരുത്തിയല്ലോ, നന്ദിയോട് വാഴ്ത്തുകയാണ് കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക്
അവിടുത്തെ പാപശാസ്ത്രത്തെക്കുറിച്ചും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ കുറിച്ചും കർത്താവെ സഭാശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ ഒരിക്കൽ കൂടെ പഠിക്കുവാൻ കർത്താവെ ഗഹനമായി പഠിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ രാജു സാറിനെ കർത്താവ് അതിനായിട്ട് ബലപ്പെടുത്തിയല്ലോ, നന്ദിയോടെ വാഴ്ത്തുകയാണ്. കർത്താവെ ബൈബിൾ കോളേജിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേക സ്റ്റുഡൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന അങ്ങയുടെ ശ്രേഷ്ഠപ്രത്യനായ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ബൈബിൾ കോളേജിന്റെ തുടർന്നുള്ള ആവശ്യങ്ങൾ കർത്താവെ എല്ലാം അവിടുന്ന് കൃത്യതയോടെ ചെയ്തു തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം, അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.